എന്റെ ബലമായ സംശയം അത് ജയ്ഹോപ്പ് ആണെന്ന്. അടുത്ത രഹസ്യം ഞാൻ പറയാം. വല്ലാത്തൊരു രഹസ്യം. അവിടെ പോയി ജയ്ഹോപ്പ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്ന് വരെയൊക്കെ വിചാരം. അത് ഹോപ്പേട്ടൻ ചെയ്തെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ല എല്ലാരും അങ്ങനെ പറയും. അത് നേരെ തിരിച്ചാവാ. സുഖേട്ടൻ ഓക്കെ അല്ലേ? ഞാൻ ഇങ്ങനെ പറയാം, അപ്പൊ ആർക്കും മനസ്സിലാവില്ല. നീ എങ്ങനെ പറഞ്ഞാലും ആരം എന്നുള്ള ഞാൻ കേട്ടട പട്ടി. ഞാനല്ലേ ജയ്ഹോപ്പ്. നിങ്ങൾ ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞാൽ ഈ വോട്ടൊന്നും തീരൂല കേട്ടോ. തെയ്യോങ് ഞാൻ വരുന്നുണ്ട് ക്യാമറ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ. ഞാൻ പറയണത് ആരും കേട്ടിട്ടില്ലല്ലോ. ജൂണേട്ടത് എല്ലാരും കേട്ടില്ലത്. ഓ ഭാഗ്യം എന്റെ പേരാൻ പറഞ്ഞില്ലല്ലോ. പൊട്ടൻ കിംതയോങ് എന്നൊരു ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ആരും കേട്ടിട്ടില്ലല്ലോ. ഈ വോട്ട് കിട്ടി ജയിക്കുന്ന ആളെ എനിക്ക് പായസം വാങ്ങിച്ചിരുന്ന എടാ പൊട്ടാ. ഈ വോട്ട് കിട്ടിയ ആളെ ജയിക്കില്ല. അവര് ശരിക്കും ഇതിൽ ജയിക്കുമ്പോ തോക്കാണ് ചെയ്യണത്. അങ്ങനെ തോറ്റ് കഴിയുമ്പോ ഈ ഹോപ്പ് നിനക്ക് നിന്റെ പായസം വാങ്ങിച്ചു തരും. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച പായസം അവൻ കുടിച്ചെടുത്തോം കൊണ്ട് ഞങ്ങൾക്കുള്ള പായസം കൂടി അവൻ വാങ്ങിച്ചു തരും. അമ്പടെ കാട്ടളന്മാരെ ഒക്കെ കൂടെ എന്റെ തലയിൽ ഇട്ടിട്ട് എന്റെ അടുത്ത് പായസം വാങ്ങിപ്പിക്കല്ലേ. അല്ല അപ്പൊ ഇനി എങ്ങാനും ഞാനതിൽ ജയിക്കണമെങ്കിലോ? അപ്പൊ നീ പായസം വാങ്ങിച്ചു കൊടുക്കണം. ഇതിപ്പോ ഒരു നടക്കി നടക്കണ കാര്യല്ലോ. അല്ല അപ്പൊ ഇതിൽ ഞാനും ജയിക്കാനുള്ള ചാൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പായസം വാങ്ങിക്കണം. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ പായസം വാങ്ങിച്ചേ. അതെന്താ നിന്റെ ബർത്ത്ഡേക്ക് നീ തന്നെ പായസം വാങ്ങിച്ച പായസം ആവൂലേ? ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവച്ച പായസം നീ തന്നെയാണ് കുടിച്ചു തീർത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നീ തന്നെ പായസം വാങ്ങിക്കണം. പിന്നെ വേറെ ആരെ വാങ്ങിക്കുക? അതിനകത്ത് ഇവിടെ വോട്ട് ചെയ്യണല്ലേ, ഞാൻ കുടിച്ചിട്ടല്ലല്ലോ. അത് സത്യം, ഇത് ഭയങ്കര അൺഫെയർ ആട്ടോ. എന്തായാലും ഇപ്പൊ നമ്മള് വോട്ട് ചെയ്തു, അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാം. അല്ല ഇതിപ്പോ ശരിക്കും റിവീൽ ചെയ്തിട്ട് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന പോലെ ആവോ? ഹോപ്പേട്ട എന്തെങ്കിലും പറഞ്ഞേ. ഈ സംഭവത്തിൽ ഇപ്പൊ വോട്ട് വേണം ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. സത്യം പറഞ്ഞ ഹോപ്പേട്ട എത്രയെന്ന് കുടിച്ചിട്ടുള്ളത്? ഞാൻ സത്യം പറഞ്ഞില്ലേ, ഞാൻ ആകെ 6 ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞത് 4 ഗ്ലാസ്. നോണയാ ഹോപ്പേട്ട, നോണയാ ഹോപ്പേട്ട. എന്റെ പായസം വാങ്ങിച്ചെന്ന് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവൻ തന്നെയാണ് നീ വാങ്ങിച്ചെന്നു. നീ വാങ്ങിച്ചെന്നോ? എന്താടാ 6 ഗ്ലാസ് എന്ന് പറഞ്ഞ ഒരു ചെമ്പിൽ ബാക്കി എത്ര പായസം ഉണ്ടായിരുന്നു? അപ്പൊ അത് മൊത്തം ആരെ കുടിച്ചെത്തെ? അങ്ങനെ നിങ്ങൾ എന്നെ കൊണ്ട് പായസം വാങ്ങിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ആ പായസം മൊത്തം ആരാ ഇവിടെ കുടിച്ചെടുത്തെന്ന് തെളിയിച്ചിട്ട് ഞാൻ അടങ്ങും. എന്തായാലും എന്റെ ഏറ്റവും വലിയ ഡൗട്ട് ജയ്ഹോപ്പ് തന്നെയാണ് ഇപ്പോഴും. നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ജൂണ? വെറുതെ എന്റെ തലയിലേക്ക് കെട്ടിക്കാൻ നോക്കണേ. ഞാൻ പറയുന്നതിൽ കാര്യം ഉണ്ടടാ. നീ ആ പായസ ചെമ്പിന്റെ അടുത്ത് കുറെ നേരം ചുറ്റിപ്പറ്റി നടക്കണ ഞാൻ കണ്ടിട്ടുണ്ടടാ. അങ്ങനെ ഹോപ്പേട്ടൻ ചുറ്റി നടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ജൂണേട്ടൻ പോയിട്ടുണ്ടല്ലോ. ജൂണേട്ടൻ എന്താണ് പോയത്? അത് ഞാൻ ആ പാത്രക്ക് നേരെ അടച്ചു വെച്ചിട്ടില്ലേ നോക്കാൻ വേണ്ടി പോയേക്കാ. നീ പോയപ്പോ അത് അടച്ചു വെച്ചിട്ടില്ലേ നോക്കാൻ ഞാൻ പോയപ്പോ പായസം കുടിക്കാല്ലേ? എനിക്ക് നിങ്ങൾ ആരും വിശ്വാസമല്ലാതെ സത്യം പറഞ്ഞു. നിങ്ങൾ എല്ലാരും കൂടി ആ പായസം മൊത്തം കുടിച്ച് തീർത്തിട്ട് എന്നെ പറ്റിച്ചതല്ലേ? ഓ പിന്നെ ഞങ്ങൾ നിനക്ക് വേണ്ടി വാങ്ങിച്ച പായസം ഞങ്ങൾ എന്തിനാ കുടിച്ചു വെക്കണേ? അതന്നെ ഞങ്ങൾ ആത്മാർത്ഥതയെ നീ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ കുക്കി? അല്ല അവൻ ചോദ്യം ചെയ്തതിൽ തെറ്റൊന്നുമില്ല. പായസം ഒന്നും ബാക്കിണ്ടല്ലോ. അല്ല എന്നാലും അങ്ങനെയല്ലല്ലോ, നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടല്ലോ. അത് അവൻ ഇങ്ങനെ അനാവശ്യമായി ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആത്മാർത്ഥതയുടെ കാര്യം പറയുമ്പോ എനിക്ക് തേന നല്ല സംശയമുണ്ട്. ഇവൻ നമ്മളെ എല്ലാ ഗെയിമിലും പിന്നെന്ന് കുത്തലല്ലേ പതിവ്? അത് നീ പറഞ്ഞൊരു സത്യമാണ് ജിമിന്. എടാ അത് ഗെയിം കളിക്കുമ്പോഴല്ലേ, അല്ലാതെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ പിന്നെന്ന് കുത്തുന്ന അത്തരക്കാരൻ നെയ്യേ. എന്നെ നിങ്ങൾ ഇങ്ങനെ സംശയിച്ചുണ്ടല്ലോ. സംശയിച്ച നീ എന്ത് ചെയ്യും? പോയി കേസ് കൊടുക്കുവോ? അതന്നെ, ഞങ്ങൾക്കെല്ലാം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള, അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ പറയും. അല്ല നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പരസ്പരം സംശയ സ്ഥിതിക്ക് നമുക്ക് നമ്മളെ CCTV ചെക്ക് ചെയ്താൽ പോരെ? CCTVയോ? അതേ CCTV നമ്മളെ അടുക്കള വശത്തല്ലേ. നമ്മളിപ്പോ ഈ വോട്ട് ചെയ്ത ക്യാമറ അല്ലേ, അത് അടുക്കള വശത്ത് വെക്കുന്ന CCTV അല്ലേ? അങ്ങനെ ഒരു CCTVനോട് വെച്ചപ്പോ അതെങ്ങനെ സത്യങ്ങളൊക്കെ പറയാ? അതേ CCTVയാ. എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ. എനിക്കിപ്പോ സുഖേറിന സംശയമുണ്ട്. എനിക്ക് പറയുന്നതിനോടൊന്നും വിശ്വാസമില്ല കേട്ടോ. ചിലപ്പോ നോണ പറഞ്ഞാലോ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതന്നെ നമ്മൾ പറയുമ്പോ ചിലപ്പോ നമുക്ക് നോണയാണോ സത്യമാണെന്ന് മനസ്സിലാവും. അല്ലാതെ ഒക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അതിനെന്താ പ്രശ്നം? സത്യമല്ലേ പറയുള്ളൂ, നമ്മളെ പോലെ നോണ പറയില്ലല്ലോ. അതൊക്കെ നിങ്ങൾ അന്ധമായ വിശ്വാസമല്ലേ. നോണ പറയില്ല നിങ്ങളോട് ആര് പറഞ്ഞു? അതന്നെ ഇപ്പൊ നിങ്ങൾ ഒരുത്തരും എനിക്ക് വിശ്വാസമല്ലാതെ എന്തായാലും CCTV ചെക്ക് ചെയ്തിട്ട് കാര്യം. ഹലോ ലവ്ലി, നിനക്ക് ഞങ്ങളുടെ പായസക്കളനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റും. പായസം മോഷണം പോയ ദിവസവും സമയം പറഞ്ഞാൽ ഞാൻ റിവ്യൂ ചെയ്ത് പറഞ്ഞു തരാം. ലവ്ലിയോ? ഇതിപ്പോ ഞാൻ അറിയാതെ CCTVക്ക് പേരൊക്കെ ഉണ്ടായേ. പായസക്കളനെ പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം പറയാം. ആദ്യം ആരമിന് 1 വോട്ട്. ഇതെനിക്ക് എപ്പോഴാ കൂക്കിന്റെ. ആരമിന് 2 വോട്ട്. 2 വോട്ട് അതാരാ? ആരമിന് 3 വോട്ട്. 3 വോട്ടോ? കൊള്ളാല. അപ്പൊ ഇവന്മാരൊക്കെ അവിടെ വേറെ തിരുത്തി പറഞ്ഞ വോട്ട്. നിന്റെ കളത്ര മനസ്സിലാക്കി എല്ലാരും തിരുത്തി പറഞ്ഞിട്ട് അവിടെ വോട്ട്. ഇനി ജയ്ഹോപ്പ് 1 വോട്ട്. എനിക്കറിയാം. ജയ്ഹോപ്പ് 2 വോട്ട്. ജയ്ഹോപ്പ് 3 വോട്ട്. ആരം 4 വോട്ട്. എന്നാലും നിന്നെ പറ്റി അങ്ങനെ പ്രതീക്ഷിച്ചില്ലടാ. ആരം 5 വോട്ട്. ഒക്കെ തികഞ്ഞു. അപ്പൊ വോട്ട് കണക്കിന് പറഞ്ഞപ്പോ ആറമാണല്ലേ മുന്നിട്ട് നിക്കണേ. ഇനി ഇവൻ സത്യത്തിൽ എത്ര പ്രാവശ്യം പായസം കുടിച്ചോ ഒന്ന് പറഞ്ഞേ ലവ്ലി.